ആണ്ട നല്ല നാടൻ ചെത്തുകളുള്ള ഒരു സാധനത്തിന് മേളിലേക്ക് ഒഴിക്കുന്നത് കണ്ടോ. ഈ സാധനം എന്നാന്ന് പിടികിട്ടിയവരൊന്ന് കമന്റ് ഇട്ടേക്കണം കേട്ടോ. എന്നാന്ന് വിശദമായിട്ട് പറഞ്ഞു തരാം. പണ്ട് കാലങ്ങളിലൊക്കെ ഇറച്ചി മേടിക്കാൻ കാശില്ലാത്ത പാവങ്ങൾ ഈ പോത്തിന്റെ ആടിന്റെ ഒക്കെ ഇൻഡസ്റ്റൈൻ ചോദിച്ചു വാങ്ങിച്ചിട്ട് കറി വെക്കുമായിരുന്നു ചെയ്തിരുന്നത്. എന്നാൽ പിന്നീട് ഇതിന്റെ രുചി മനസ്സിലാക്കി ഇതൊരു ഇന്റർനാഷണൽ സ്റ്റാർ ഫുഡായി മാറുകയും ചെയ്തു. അതിന് നല്ല കള്ളൊഴിച്ചതിന്റെ മക്ക് കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഉപ്പും കുരുമുളകും ഇടുക്കി ഗോൾഡും ചേർത്ത് ഒരു ഇച്ചരെ നമ്മുടെ നാടനല്ലല്ലോ, അമേരിക്കയിൽ നിന്ന് വന്നതല്ലേ, ആ മുളകും പിന്നെ ഇച്ചിരി മല്ലിപ്പൊടിയും ഗരം മസാലയും ഇച്ചിരി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് വെച്ച് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം ഒരു കുക്കറിനകത്തേക്ക് എടുത്തിടണം. കൂടത്ത് ഇച്ചിരി എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്താൽ നല്ലതാണ്. എന്നിട്ടൊരു 25 വിസിലടുപ്പിക്കണം. ആ സമയം കൊണ്ട് കപ്പ കൊത്തി നല്ല വൃത്തിയാക്കി മാറ്റി വെക്കണം. പിന്നെ നമ്മുടെ ദേശീയ ഉരുളി എടുത്ത് ഇച്ചിരി എണ്ണ ഒഴിച്ച് വെച്ച് അതിനകത്തേക്ക് സവോള ഇട്ട് കൊടുത്തേച്ച് നല്ലപോലെ ബ്രൗൺ ആക്കി എടുക്കണം. ഇച്ചിരി കല്ലുപ്പൊക്കെ ഇട്ട് വഴറ്റി തേങ്ങാക്കൊത്ത് ചേർത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കുറച്ച് കരിയാപ്പിലയൊക്കെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ഇനി അതിനകത്തേക്ക് ഇച്ചിരി മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം, മുളക് പൊടി ചേർത്ത് കൊടുക്കണം, ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം, നമ്മുടെ ഇടുക്കി ഗോൾഡായ കുരുമുളക് ചേർത്ത് കൊടുക്കണം, ബിരിയാണി മസാലകൾ മുഴുവൻ ചേർത്ത് കൊടുക്കണം. എന്നാൽ ഇവനെ നല്ലപോലെ ഇളക്കി നല്ല സൂപ്പർ ഗോൾഡൻ ബ്രൗൺ കളറിലെത്തിച്ചതിന് ശേഷം വലിയൊരു പാത്രത്തിലേക്ക് മറിച്ച് വെച്ച് 25 വിസിലടിച്ച നമ്മുടെ ബോട്ടി അങ്ങോട്ട് പറിക്കണം. ചുരുക്കം പറഞ്ഞാൽ നല്ല ബോട്ടി റോസ്റ്റ് ഉണ്ടാക്കാൻ പോവുക. അതൊന്ന് അപ്പം തന്നെ ടേസ്റ്റ് ചെയ്യാൻ തന്നെ എൻ്റെ മോനെ വേറെ ലെവല് സാധനം. തീർന്നിട്ടില്ല, ഇനിയും പണി വരുന്നുണ്ട്. പകുതിയായപ്പോൾ തന്നെ ഇത്രയും രുചിയാണ്. പിന്നെ ബാക്കിയും കൂടെ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും. ഇനി കുറച്ച് നല്ല അരിഞ്ഞ പച്ചമുളക് അതങ്ങോട്ട് ഇട്ട് കൊടുക്കണം, കരിയാപ്പല ഇട്ട് കൊടുക്കണം, ഇച്ചിരി മല്ലിപ്പൊടി, മല്ലിയില പൊടിയല്ല ഇട്ട് കൊടുക്കണം, നല്ലപോലെ ഇളക്കണം. ഇപ്പോൾ ഒരു മണം അങ്ങോട്ട് വരും എൻ്റെ സാറേ. ഒട്ടുവില് കുറച്ച് കുരുമുളകും കൂടെ ഇട്ടേച്ചും ആട്ടച്ചങ്ങോട്ട് വെക്കണം. അതിനുശേഷം ആ സമയം കൊണ്ട് വേണ്ട സൂസമ്മ മമ്മിയെ കൊണ്ട് അരപ്പൊക്കെ റെഡിയാക്കിച്ച് കൊണ്ടുവന്ന് കപ്പ റെഡിയാക്കണം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഷൂട്ടെന്ന് പറഞ്ഞാൽ നമുക്കൊരു എൻ്റർടൈൻമെൻ്റ് ആണ്. അടിപൊളിയാണ്. എല്ലാവരും ചേരുന്നു, ഹാപ്പിയായിട്ട് നേച്ചറിൽ ഇരുന്ന് കുക്ക് ചെയ്ത് കഴിക്കുന്നത് അടിപൊളിയാണ്. അപ്പം അന്നബ്രോ വന്നേച്ചും കപ്പ അങ്ങോട്ട് വിളമ്പുവാണ് നല്ല വാഴയിലോട്ട്. അതിനുശേഷം നമ്മുടെ ആ ബോട്ടി അവനെ അങ്ങോട്ട് തുറന്നേച്ച് അങ്ങോട്ട് വിളമ്പണം. ഓ അയ്യോ എൻ്റെ മോനെ, ആ നല്ല കപ്പ ആ ബോട്ടി റോസ്റ്റിന്റെ മണം കൂടെ ഒന്നിച്ചിങ്ങി വരുമ്പോ എൻ്റെ സാറേ പിന്നെ അതിന്റെ ചുറ്റും കുറെ അരിഞ്ഞ സവോള അതുകൂടെ ഇട്ടേച്ച് എല്ലാവരോടും അങ്ങനെ വട്ടം നെച്ചെടുത്ത് അങ്ങോട്ട് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, സത്യം പറയാനില്ല, ഈ ബോട്ടി ഞാൻ ഒരു 6-7 വർഷം മുമ്പൊന്ന് കഴിച്ചതാ. പിന്നെ ഇപ്പോഴാണ് കഴിക്കുന്നത്. ഈ സാമാനത്തിന് എൻ്റെ പൊന്നെ അപാരമായ രുചിയാണ് കേട്ടോ. കിടുഗംഭീര സാധനം. പിന്നെ നമ്മൾ ആ ബോട്ടി റോസ്റ്റ് തേണ്ട ഗജേന്ദ്ര ഗുണ്ട് പോലെ പൊതിഞ്ഞ് നമ്മുടെ ചങ്കൾക്ക് വേണ്ടിയിട്ട് കൊടുത്തു വിടുവാണ്. ഗസ്റ്റുകളെല്ലാം പോയതിനു ശേഷം ഈ മൂടി തുറന്ന് ഞാൻ തന്നെ കഴുകി വെക്കും. என்னடாங்க சத்தம்? ஒண்ணும் இல்லையா, அப்படியே பாத்திரத்துக்கிட்ட பேசி பேசி வெளிக்கிட்டே இருக்குண்ணே. വലിയപ്പം പുളിങ്കഞ്ഞി. താങ്ക് യു ഡാഡി.